സീറോ മലബാർ ഞായറാഴ്ച പ്രസംഗം. സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ നോമ്പുകാലം 3-ാമത്തെ ഞായർ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. കുറേ കാലം മുമ്പ് ഇൻ്റർനെറ്റിലൂടെ പ്രചരിച്ച ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് ജോലിക്കായി ഓഫീസിലേക്ക് പോകുമ്പം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് കുറേ വെള്ളം വീഴുന്നു. നോക്കിയപ്പോൾ മുകളിൽ നിന്ന് ഒരു പൈപ്പിലൂടെ വെള്ളം വീഴുന്നതാണ്. വെള്ളത്തെയും പൈപ്പിനെയും ശപിക്കാതെ അദ്ദേഹം നോക്കിയപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു ചെടിച്ചട്ടി, വെള്ളം കിട്ടാതെ ചെടി വാടി കരിഞ്ഞുകൊണ്ടിരിക്കുക, അതെടുത്ത് ഈ വീഴുന്ന വെള്ളത്തിൻ്റെ താഴേക്ക് വെച്ചു. പിന്നെയും അല്പം മുമ്പോട്ട് പോയപ്പോൾ വഴിയരികിൽ ഒരമ്മയും കൊച്ചുമകളും കൂടി ധർമ്മം ചോദിച്ചിരിക്കുന്നു. ഉടനെ അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് ഒരു നല്ല തുക അവരുടെ പാത്രത്തിലേക്കിട്ടു. പിന്നെ കണ്ടത് വണ്ടിയും തള്ളിക്കൊണ്ടുവരുന്ന ഒരു അമ്മച്ചിയാണ്. ഉടനെ തന്നെ ബുദ്ധിമുട്ടി തള്ളുന്ന ഈ അമ്മച്ചിയെ കൂടെ പോയി നിന്ന് വണ്ടി തള്ളാനായിട്ട് ഇയാൾ സഹായിക്കുക. ഇതിനിടയിൽ അയാൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ഒരു പട്ടി വന്ന് ദയോടെ വന്ന് ഇയാളുടെ കാലേൽ തൊടുന്നുണ്ട്. ഭക്ഷണത്തിനാണെന്ന് മനസ്സിലാക്കി ഇയാൾ താൻ മഴിച്ചു വച്ചിരുന്ന കോഴിക്കാലിൽ ഒരു നല്ല കോഴിക്കാലെടുത്ത് അവന് കൊടുക്കുന്നു. വൈകുന്നേരം തിരികെ പോരുമ്പോൾ ഇയാൾ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് വാഴപ്പഴം വാങ്ങിച്ച് ഒരു പടല അത് കൊണ്ടുചെന്ന് വൃദ്ധയായ ഒരു അമ്മച്ചിയുടെ വാതിൽ, അടച്ചിട്ട വാതിലിൻ്റെ പുറത്ത് തൂക്കിയിടുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴൊക്കെ അയാളെ നോക്കിക്കൊണ്ട് നിന്ന മറ്റുള്ളവർ, കാഴ്ചക്കാർ, ഇവന് വട്ടാണ് എന്ന മട്ടിൽ മുഖം ചുളിപ്പിക്കുന്നതാണ്. എന്നിട്ടും ഇയാൾ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ സന്തോഷത്തോടെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ദിനചര്യയുടെ ഭാഗമാക്കി ഇതിനെയൊക്കെ മാറ്റി. കുറെ കഴിഞ്ഞപ്പോൾ അപ്പോഴുണ്ടായ മാറ്റമാണ് ശ്രദ്ധിക്കേണ്ടത്. അയാൾ വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ചെടി അതിൻ്റെ ക്ഷീണമൊക്കെ മാറി പുതിയ ഇലയും പൂക്കളുമായി അടുത്തുള്ള സകലരെയും സന്തോഷിപ്പിക്കാൻ തുടങ്ങി. ഭക്ഷണം കൊടുത്ത പട്ടി സ്ഥിരമായിട്ടും തുടർച്ചയായിട്ടും കിട്ടുന്നത് കൊണ്ട് അയാളുടെ കൂടെ കൂടി അയാളുടെ കാവൽക്കാരനായി വീട്ടിൽ നിന്നും ഓഫീസിലേക്കും സ്ഥിരമായിട്ട് അയാളെ അനുഗമിക്കാൻ തുടങ്ങി. ധർമ്മത്തിനിരുന്ന മകളോ, ഇപ്പം മകളില്ല, അമ്മ മാത്രമേ ഉള്ളൂ. നോക്കുമ്പോൾ മകൾ പുതിയ യൂണിഫോമും ഇട്ട് സ്കൂളിലേക്ക് പോകുന്നതാണ്. തട്ടുകട നടത്തിയിരുന്ന അമ്മച്ചിയുടെ കട ഒന്നുകൂടെ വിപുലമായി. ഇനി അവസാനം വൈകുന്നേരം പഴം തൂക്കിയിട്ടിരുന്ന അമ്മച്ചിയോ ഇതാരാ തൂക്കിയിടുന്നതെന്ന് അറിയാനുള്ള കൗതുകത്തോടെ ഒളിച്ചിരുന്ന അവസാനം ഒരു ദിവസം ഇയാൾ തൂക്കിയിടുമ്പോൾ ഇയാളെ കണ്ടുപിടിക്കുക. എന്നിട്ടോ ആഹ്ലാദത്തിൽ ആ വല്യമ്മച്ചി ഇവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. കൊടുക്കുക എന്നത് ജീവിത ശൈലിയാക്കിയവൻ്റെ കഥയാണിത്. കൊടുക്കുക. എൻ്റെ മുമ്പിൽ എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നവന് അവൻ്റെ ആവശ്യം മനസ്സിലാക്കി, അത് ചെടിയാകട്ടെ, മൃഗമാകട്ടെ, മനുഷ്യനാകട്ടെ, ആവശ്യം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, കൊടുക്കുന്നത് ജീവിത രീതിയാക്കുമ്പോൾ എന്നിൽ സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്. അതോടൊപ്പം എൻ്റെ ചുറ്റിലും സംഭവിക്കുന്ന മാറ്റം. ഇത് തിരിച്ചറിയുന്നിടത്താണ് ഒരുവന് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ രീതി, ജീവിത ശൈലി ക്രിസ്തുവിൻ്റെ ജീവിതമാണ്, ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ 17-ാമത്തെ തിരുവചനം ശ്രദ്ധിക്കണം. യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അവൻ അരുളി ചെയ്തു. ശ്രദ്ധിക്കേണ്ടത്, ഈശോ ജെറൂസലേമിലേക്ക് പോവുക. അപ്പോൾ അവൻ ഈ 12 പേരെ മാത്രമേ കൂടെ കൂട്ടുന്നുള്ളൂ. അത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. 12 പേരെ അവൻ ജീവിതത്തിൽ തൻ്റെ കൂടെ വിളിച്ചാക്കി, തൻ്റെ ജീവിതവും ജീവിത രീതിയും മനസ്സിലാക്കാനും കൈമാറാനുമായിട്ട് പരിശീലിപ്പിച്ച് തൻ്റെ കൂടെ രാവും പകലും കൊണ്ടു നടന്ന തൻ്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട 12 പേരെ മാത്രം കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്നിട്ടെന്താണ് അവരോടാണ് പറയുന്നത്? അതിൻ്റെ അർത്ഥം ഈശോയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ് പറയാൻ പോണത്. ഏറ്റവും പ്രിയപ്പെട്ടവരോട് മാത്രം അവൻ കൈമാറുന്ന രഹസ്യം, ആ ജീവിത രഹസ്യം, അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും അകവും അകക്കാമ്പുമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ രഹസ്യമാണ് ഈശോ പ്രിയപ്പെട്ടവരോട് മാത്രമായിട്ട് കൈമാറുന്നത്. അവൻ പറയുന്ന സന്ദേശത്തിൻ്റെ ചുരുക്കം
18ഉം 19ഉം വചനങ്ങളിൽ പറയുന്നത് ഇതാണ്: ജെറൂസലേമിലേക്ക് പോകുന്നു, ഈശോയെ മത നേതാക്കൾ മരണത്തിന് വിധിക്കും. പോരാ, രാഷ്ട്രീയ നേതാക്കൾ അവനെ കുരിശിൽ തറച്ചു കൊല്ലും. എന്നാലും തമ്പുരാൻ അവനെ 3-ാം നാൾ ഉയിർപ്പിക്കും. ഇതാണ് ഈശോ പറഞ്ഞു കൊടുക്കുന്ന, പ്രിയപ്പെട്ടവരോട് മാത്രമായിട്ട് പറയുന്ന ഹൃദയ രഹസ്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനോട് കൂട്ടു വായിക്കേണ്ടത് 28-ാമത്തെ തിരുവചനമാണ്. 28-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വന്തം ജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. മരണത്തിന് വിധിക്കപ്പെടുകയും ക്രൂശിൽ തറയ്ക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് മറ്റുള്ളവർ ഈശോയോട് ചെയ്യുന്നതാണ്. എന്നാൽ ഈശോയുടെ മനോഭാവം എന്താണ്? ഈശോ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും. അങ്ങനെ ശുശ്രൂഷിച്ച് കൊടുത്ത് ഏറ്റവും അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ. എന്തിന്? മറ്റുള്ളവരുടെ മോചനദ്രവ്യമായി. ഇതാണ് ഈശോ കൈമാറുന്ന സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അതായത് ഈശോ പറയുന്നു, ഈശോയുടെ രീതി, ക്രിസ്തുവിൻ്റെ രീതി കൊടുക്കുക എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവരുടെ മോചനദ്രവ്യം, മറ്റുള്ളവർക്ക് സന്തോഷം, മറ്റുള്ളവർക്ക് സമാധാനം, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ, മനുഷ്യപുത്രൻ്റെ രീതി. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ കൊടുത്തുകൊണ്ട് അവസാനം സ്വന്തം ജീവൻ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും അവസാനം കൊടുക്കാവുന്ന സ്വന്തം ജീവൻ, അതുപോലും കൊടുത്താൽ എന്ത് സംഭവിക്കും? അങ്ങനെ കൊടുത്തു മരിച്ചാൽ അവൻ മരിക്കില്ല, 3-ാം നാൾ ഉയിർപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത് തിരുവചനം. ഉയിർപ്പിക്കപ്പെടും എന്ന് പാസീവ് വോയിസ് കർമ്മണി പ്രയോഗത്തിൽ പറഞ്ഞാൽ അർത്ഥം ദൈവം അവനെ ഉയിർപ്പിക്കും. അങ്ങനെ കൊടുത്ത് അത് ജീവിത ശൈലിയാക്കി അവസാനം സ്വന്തം ജീവൻ പോലും മറ്റുള്ളവരുടെ സന്തോഷത്തിനും നന്മയ്ക്കും മറ്റുള്ളവരുടെ ജീവനും വേണ്ടി വ്യയം ചെയ്യുന്നവനെ ദൈവം ഉയിർപ്പിക്കും. നിത്യകാലത്തേക്ക്, നിത്യജീവനിലേക്ക് ഉയർപ്പിക്കപ്പെടും. ഇതാണ് ഈശോ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന രഹസ്യം. ഇതാണ് ക്രിസ്തുവിൻ്റെ രഹസ്യം. ഇതാണ് മിശിഹായുടെ രഹസ്യം. മിശിഹാ രഹസ്യം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ചുരുക്കവിധ. ഏത്? കൊടുക്കുക. ഈശോ പറയുന്നു, അതും പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നു, കൊടുക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരുടെ മോചനദ്രവ്യത്തിനായിട്ട്, മറ്റുള്ളവർക്ക് ജീവിതത്തിൽ വിടുതലും നന്മയും സന്തോഷവും ജീവനും കിട്ടാൻ വേണ്ടി നീ കൊടുത്തുകൊണ്ടിരുന്നാൽ അവസാനം അങ്ങനെ നിൻ്റെ ജീവൻ പോലും കൊടുത്താൽ എന്ത് സംഭവിക്കും? നീ മരിക്കുകയില്ല, മരിച്ചാലും നീ ജീവിക്കും. അതാണ് മിശിഹാ രഹസ്യം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മിശിഹാ രഹസ്യം ശിഷ്യന്മാരോട് കൈമാറുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ സെബദീപുത്രന്മാർ അമ്മയായിട്ട് വരിക, ചോദിക്കുന്നത് എന്താണ്? നിൻ്റെ രാജ്യത്തിൽ 1-2 സ്ഥാനം കൊടുക്കുക എന്ന് ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം പ്രിയപ്പെട്ടവരോട് മാത്രമായിട്ട് ഹൃദയം തുറന്ന് പങ്കുവെക്കുമ്പോൾ അവരുടെ മനോഭാവം എന്താ? എന്ത് കിട്ടും? കൊടുക്കുക എന്നുള്ളതിൻ്റെ വിപരീത സ്വഭാവം മനുഷ്യ സ്വഭാവത്തിൽ, എൻ്റെയും നിങ്ങളുടെയും സ്വഭാവത്തിൽ കിടക്കുന്നു. അതുതന്നെയാണ് സെബദീപുത്രന്മാർ അമ്മയുമായിട്ട് ചോദിക്കുന്നത്. 1-2 സ്ഥാനം നിൻ്റെ രാജ്യത്തിൽ ഞങ്ങൾക്ക് വേണം, കിട്ടണം. തൂമ്പായുടെ സ്വഭാവം എന്ന് നമ്മൾ പറയാറില്ലേ? ഇങ്ങോട്ട് പോരട്ടെ എന്ന ഒരു മനോഭാവം അത് നമ്മുടെ സ്വഭാവത്തിലുണ്ട്. അതിന് വിരുദ്ധമായ രീതിയാണ് ഈശോ പറഞ്ഞു തരുന്നത്. കൊടുക്കുക. അപ്പോൾ 1-2 സ്ഥാനം ചോദിക്കുന്ന ഈ സെബദീപുത്രന്മാരോട് ഈശോ ചോദിക്കുന്നത്, പാനപാത്രം കുടിക്കാൻ പറ്റുമോ? പാനപാത്രം ഈശോയുടെ കൊടുക്കലിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയായ പീഡാസഹന മരണത്തിൻ്റെ പ്രതീകമാണ് ഈ പാനപാത്രം. എൻ്റെ പാനപാത്രം കുടിക്കാൻ പറ്റുമോ? അവർ പറയുന്നു, പറ്റും. അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ പോലും ഈശോ ഉടനെ പറയുന്നു, 1-2 സ്ഥാനം രാജ്യത്തത് അത് തമ്പുരാനാണ് തീരുമാനിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് ഈശോ വീണ്ടും ശിഷ്യന്മാരെ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നേടിയെടുക്കുക എന്നുള്ള ആ മനോഭാവം മാറ്റി കൊടുക്കുക എന്ന മനോഭാവത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ, വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. മിശിഹാ രഹസ്യമായ ഇത് അവർക്ക് കൈമാറാൻ ശ്രമിക്കുന്നു. ഇവിടെ മറ്റൊരു രഹസ്യം കൂടെ ഈശോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് സെബദീപുത്രന്മാരോട് ഈശോ പറയുന്നത്, എൻ്റെ പാനപാത്രം കുടിച്ചാലും 1-2 സ്ഥാനം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല.
അതിൻ്റെ അർത്ഥം വ്യംഗ്യമായിട്ട് പറയുന്നത് എന്ത് കിട്ടും എന്നതിനെ ഓർത്ത് കൊടുക്കുക എന്നുള്ളതല്ല. കൊടുക്കുന്നതിൽ തന്നെ ഒരാനന്ദം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ആനന്ദം തിരിച്ചറിയുക. കൊടുക്കുന്നതിലൊരു സന്തോഷം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് തിരിച്ചറിയുക. നമ്മുടെ ആദ്യം പറഞ്ഞ വീഡിയോ ക്ലിപ്പിലെ ചെറുപ്പക്കാരനില്ലേ, അവൻ കൊടുക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കുന്നതിൻ്റെ ഒരു തൃപ്തിയുണ്ട്. അതെങ്ങനെ അറിയാം? അത് നമ്മുടെ വീടുകളിലേക്ക് നോക്കിയാൽ മതി. അമ്മ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഒരു തൃപ്തിയുണ്ട്. അല്ലാതെ എന്തുറപ്പില്ല. അപ്പനും അമ്മയും ജീവിക്കുന്നത് ഈ ഒരു കൊടുക്കുന്നതിൻ്റെ ഒരു തൃപ്തി, മക്കൾ വളരുന്നതിൻ്റെ, അവരുടെ മുഖത്ത് സന്തോഷം വിരിയുന്നതിൻ്റെ, അവരുടെ കഴിവുകൾ വളരുന്നതിൻ്റെ ഒരു തൃപ്തിയുണ്ട്. കൊടുക്കുന്നതിൻ്റെ തൃപ്തി, അതിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. ഒരിക്കൽ അർജൻറ്റീനക്കാരൻ ഒരു കുഞ്ഞ് ഫ്രാൻസിസ് പാപ്പായ്ക്കൊരു കത്തയച്ചു. അവൻ ബുദ്ധിമാന്യം സംഭവിച്ചവനും ശരീരത്തിനേറെ വൈകല്യങ്ങളുള്ളവനുമാണ്. കത്തയച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ തിരിച്ച് മറുപടി അയച്ചു. അതിൻ്റെ അവസാനം ആരോടും പറയുന്നത് പോലെ എനിക്ക് വേണ്ടി മോൻ പ്രാർത്ഥിക്കണം, അവൻ്റെ പേര് നിക്കോളാസ് എന്നാ, നിക്കോ എന്നാണ് വിളിക്കുന്നത്, നിക്കോ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവൻ അതിന് എഴുതുന്ന മറുപടിയാണ്. അവൻ പറഞ്ഞു, പിതാവേ അങ്ങനെയൊക്കെ എഴുതിയില്ലേ, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് സംസാരിക്കാനോ എഴുതാനോ ഒന്നും പറ്റില്ല. അതിനാൽ എൻ്റെ കൺമിഴികളുടെ ചലനം നോക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി കുറിക്കുന്നത് എൻ്റെ അമ്മയാണ്. എന്നിട്ട് അവൻ പറയുക, അങ്ങ് പറഞ്ഞില്ലേ പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നത് എൻ്റെ കാവൽമാലാഖിയായ യൗസേബിയോ എന്നൊരു കാവൽമാലാഖ. ചില നാട്ടിലെ കാവൽമാലാഖമാർക്ക് പേരുണ്ട്. അവനെല്ലാം കാര്യങ്ങളും എൻ്റെ നോക്കി നടത്തുന്ന അവൻ മിടുക്കനാണ്. അതുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ അങ്ങയുടെ കാര്യം അവനെ ഏൽപ്പിച്ചിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ജീവിതത്തിൽ വൈകല്യങ്ങൾ ബാധിച്ച് സംസാരിക്കാനും എഴുതാനും എഴുന്നേറ്റ് നടക്കാനും കഴിവില്ലാത്ത കുഞ്ഞിന് എന്താ കൊടുക്കാനുള്ളത്? അവനും എന്തോ കൊടുക്കാനുണ്ട്. യൗസേബിയോ കാവൽമാലാഖയെ അങ്ങേക്ക് തരാം. കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ രഹസ്യം, മിശിഹാ രഹസ്യം. അത് ജീവിതത്തിൽ നമ്മുടെ സ്വഭാവമായിട്ട് തന്നെയുണ്ട്. അത് വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് വളർന്നു കയറുന്നു, ക്രിസ്തുവിൻ്റെ ശിഷ്യനും ശിഷ്യയുമായി മാറുന്നു. കൊടുക്കാനായിട്ട് എനിക്കുള്ളത് അനേക കാര്യങ്ങളുണ്ട്. എൻ്റെ സമയം, എൻ്റെ കഴിവുകൾ, എൻ്റെ ജീവിതം പോരാ, എന്തും എനിക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന, വിത്ത് പോലെ ഒളിഞ്ഞു കിടക്കുന്ന ഈ സ്വഭാവം, അതിനെ ദൈവികത എന്ന് പറയാം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്ന് പറയാം. അതാണ് കൊടുക്കുക എന്നുള്ള സ്വഭാവം. അത് അനുദിനം വളർത്തിയെടുക്കുമ്പോൾ ഞാൻ കൂടുതൽ ദൈവികനായി മാറുന്നു. മിശിഹാ രഹസ്യം എന്നിൽ കൂടുതൽ സജീവമാകുന്നു. ക്രിസ്തുവിലേക്ക് ഞാൻ കൂടുതൽ വളർന്നു കയറുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഇന്ന് എന്നിലേക്ക് കൈമാറുന്ന നിൻ്റെ ജീവിത രഹസ്യം സ്വീകരിക്കാൻ, അത് വളർത്തിയെടുക്കാനുള്ള വലിയ കൃപ എനിക്ക് നീ തരണമേ. നിൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും രഹസ്യം ഇതായിരുന്നു. കൊടുത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്കും ജീവനും വേണ്ടി സ്വയം കൊടുത്ത അവസാനം ജീവൻ പോലും കൊടുത്താൽ നിന്നിലെ ജീവൻ വളർന്നു വരും. മരിച്ചാലും അത് അപ്പുറത്തേക്ക് വളർന്നു നിൽക്കുന്ന നിത്യജീവനായി മാറും. ഈശോയെ, ഇത് ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കാനുള്ള കൃപ തരണമേ. അനുദിനം ഞാൻ കണ്ടുമുട്ടുന്നവർക്കൊക്കെ കൊടുക്കാൻ, എനിക്കുള്ളതൊക്കെ കൊടുക്കാൻ ഉള്ള വലിയ കൃപ, ആ കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ, സന്തോഷം, തൃപ്തി കണ്ടെത്താൻ. പോരാ, ഇന്ന് ഞാൻ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന നിമിഷങ്ങളെയും അവസരങ്ങളെയും കൂടുതൽ തിരിച്ചറിയാനും അവബോധത്തോടെ കൊടുക്കാനും, പോരാ, കൂടുതൽ സ്നേഹത്തോടും കരുണയോടും കൂടി കൊടുക്കാനുമുള്ള കൃപയും അനുഗ്രഹവും എനിക്ക് നീ തരണമേ. അങ്ങനെ എന്നെ നിൻ്റെ ശിഷ്യനാക്കി, മിശിഹാ രഹസ്യം ജീവിക്കുന്ന ശിഷ്യയാക്കി മാറ്റണമേ. ആമേൻ.